മലയാള സിനിമ അതിൻ്റെ നല്ല കാലത്തിലൂടെ കടന്നു പോവുകയാണ്. സമീപ വർഷങ്ങളിലെ സിനിമകൾ നേടുന്ന വലിയ വിജയങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. സാമ്പത്തിക വിജയങ്ങൾക്കൊപ്പം മറുഭാഷ പ്രേക്ഷകർ ശ്രദ്ധ നേടുന്ന നിലയിലേക്കും നമ്മുടെ സിനിമ വളർന്നിട്ടുണ്ട്. ലോകയിലൂടെ 300 കോടി ക്ലബിലേക്കും കടന്നു ചെന്നിരിക്കുകയാണ് ബോളിവുഡ് ഇപ്പോൾ. ഒരു 5 വർഷം മുമ്പ് പോലും ചിന്തിക്കാൻ പ്രയാസമുള്ള കാര്യമായിരുന്നു ഇന്നൊരു യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇപ്പോഴിതാ മലയാള സിനിമയിലെ കൗതുകം പത്തുന്ന ഒരു ബോക്സ് ഓഫീസ് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മലയാളത്തിലെ നായക നടന്മാരുടെ ഏറ്റവും വലിയ സോളോ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഏതൊക്കെയെന്ന നേട്ടമാണിത്. 12 താരങ്ങളുടെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ലിസ്റ്റാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിനനുസരിച്ചുള്ള റാങ്കിങ്ങും അതിൽ കാണാം. ഇത് പ്രകാരം ഒന്നാം സ്ഥാനത്ത് മോഹൻലാൽ തന്നെയാണ്. എമ്പുരാനാണ് ചിത്രം. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയത് 266.3 കോടിയാണ്. രണ്ടാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ആടുജീവിതവും മൂന്നാം സ്ഥാനത്ത് ഫഹദ് ഫാസിലിന്റെ ആവേശമാണ്. ആടുജീവിതം 158.5 കോടിയും ആവേശം 156 കോടിയുമാണ് നേടിയത്. സർവ്വമായുള്ള ലിസ്റ്റിലേക്ക് സർപ്രൈസ് എൻട്രി നടത്തിയിരിക്കുന്ന നിവിൻ പോളിയാണ് നാലാം സ്ഥാനത്ത്. 150.5 കോടിയാണ് ചിത്രത്തിന്റെ ആഗോള ഗ്രോസ്. മലയാളത്തിലെ യുവതലമുറയിലെ പുതിയ താരോദയമായ നസ്ലിനാണ് അഞ്ചാം സ്ഥാനത്ത്. ചിത്രം പ്രേമലു 136.25 കോടിയാണ് കളക്ഷൻ. ആറാമത് ടൊവിനോ തോമസ് ചിത്രം ARM ആണ്. കളക്ഷൻ 106.75 കോടിയും. ഉണ്ണിമുകുന്ദനാണ് ഏഴാം സ്ഥാനത്ത്. ചിത്രം മാർക്കോ. പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നേടിയത് 103 കോടിയായിരുന്നു. ലിസ്റ്റിൽ 8, 9, 10 സ്ഥാനങ്ങൾ മമ്മൂട്ടി ഭീഷ്മപർവ്വം, പ്രണവ് മോഹൻലാലിന്റെ ഡി3യും ദുൽഖർ സൽമാന്റെ കുറുപ്പുമാണ്. ഭീഷ്മപർവ്വം 88.10 കോടിയും D0 82.5 കോടിയും കുറുപ്പ് 81 കോടിയുമാണ് നേടിയത്. 11ാമത് ആസിഫ് അലിയും 12ാമത് കുഞ്ചാക്കോ ബോബനാണ്. ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡം 77 കോടി നേടിയപ്പോൾ കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഡ്യൂട്ടി 54.25 കോടിയെ നേടുകയും ചെയ്തു.